മെറ്റീരിയൽസ് വന്നതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റിൽ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് നെറ്റിപ്പട്ട ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നെറ്റിപ്പട്ടത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേരുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ആരംഭിക്കുന്നത്. ഹാഫ് ബോളിൻ്റെ ഷേപ്പുള്ള ഇതിനെ പറയുന്ന പേരാണ് കുമിളകൾ. ഗ്യാപ്പ് ഫില്ലിംഗ് ബീഡ്സ്, ബോർഡർ ബീഡ്സ്, മെയിൻ കുമിളകൾ, അങ്ങനെ ഏറ്റവും ചെറുതിൽ നിന്ന് വലുതായി വരുന്ന തരത്തിൽ 16 സൈസുകളിൽ ഈ കുമിളകൾ അവൈലബിൾ ആണ്. ഇതാണ് കുംഭകിണ്ണം, മുക്കണ്ണം എന്നും പറയും. ത്രിമൂർത്തി സങ്കല്പമാണ്. ഇതും ചെറുതിൽ നിന്ന് വലുതാവുന്ന തരത്തിൽ ഒരു 8ഓളം സൈസുകളിൽ അവൈലബിൾ ആണ്. ചന്ദ്രക്കലകളാണിത്. ഇത് ഒറ്റ നമ്പറിൽ, അതായത് 3, 5, 7, 9 അങ്ങനെയുള്ള ഒറ്റ നമ്പറുകളിലാണ് നെറ്റിപ്പട്ടത്തിൽ ഉപയോഗിക്കുക. നെറ്റിപ്പട്ടത്തിന് അടിയിൽ തൂക്കണ കൊഞ്ചലാണിത്. കാളാഞ്ചി എന്നാണ് ഇതിന് പറയുക. ഇതും 8ഓളം സൈസുകളിൽ അവൈലബിൾ ആണ്. ചൂരൽ പൊളികളാണിത്. ഇത് വെട്ടിയെടുത്തിട്ട് വലിയ കുമിളകൾക്ക് അലങ്കരിക്കാനാണ് വയ്ക്കുക. ഇതും 5ഓളം സൈസിൽ അവൈലബിൾ ആണ്. നാഗപടങ്ങളും അതുപോലെ തന്നെയാണ്. ഈ വലിയ കുമിളകൾക്കും കുംഭകിണ്ണത്തിനും അലങ്കരിക്കാനാണ് ഉപയോഗിക്കുക. നാഗത്തിൻ്റെ ഫണത്തിൻ്റെ ഷേപ്പുള്ളതുകൊണ്ടാണ് ഇതിന് നാഗഫണം എന്ന് പറയുന്നത്. അത് കൊളോക്കിയലായിട്ടാണ് നമ്മൾ നാഗപ്പടം എന്ന് പറയുന്നത്. ചൂരൽപ്പൊളികൾ വെട്ടിയെടുത്ത് വലിയ കുമിളകൾക്കും കുംഭകണ്ണത്തിനും ഒട്ടിക്കണത് പറഞ്ഞല്ലോ. അതിന് പകരം യൂസ് ചെയ്യാവുന്ന റെഡിമെയ്ഡ് ചൂരൽപ്പൊളികളാണിത്. എല്ലാ കുമിളകളുടെ വലുപ്പത്തിലും കുംഭകിണ്ണത്തിൻ്റെ സൈസുകളിലും ഇത് ലഭിക്കും. ഇതുപയോഗിച്ചാൽ ഫില്ലിംഗ് കുറച്ചുകൂടെ ഈസിയായി മാറും. ഫ്ലവറുകളാണിത്. ഇത് കോലം ഉണ്ടാക്കാനാണ് മെയിനായിട്ടും ഉപയോഗിക്കുന്നത്. നെറ്റിപ്പട്ടം മോൾഡുകളാണിത്. 3 ഇഞ്ചിൽ തുടങ്ങുന്ന കാർ ഹാങ്ങിങ് മുതൽ വലിയ 1.5 ഫീറ്റ് വരെയുള്ള നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള മോൾഡുകൾ ഉണ്ടായിരിക്കും. ഈസി ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നെറ്റിപ്പട്ടങ്ങൾ ഇതാണ്. എല്ലാ മെറ്റീരിയൽസിൻ്റെയും ഡിഫറെൻറ്റ് സൈസുകൾ ഒരുമിച്ച് വെച്ച് വീഡിയോ എടുത്തത് ആ സൈസുകൾ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ട എല്ലാ മെറ്റീരിയൽസും നമുക്ക് സിൽവറിലും അവൈലബിൾ ആണ്. നെറ്റിപ്പട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന 1-2 ടൂൾസ് കൂടെ പരിചയപ്പെടാം. കത്രിക നമുക്ക് എല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കും. നൂലും തുണിയൊക്കെ വെട്ടിയെടുക്കാൻ നമുക്കത് ഉപയോഗിക്കാം. കട്ടറുകളാണിത്. മാർക്കറ്റിൽ പല സൈസുകളിൽ കിട്ടും. ഈ ചൂരൽപ്പൊളികളും മറ്റ് കുമിളകളൊക്കെ ഈ ഷീറ്റുകളിൽ നിന്ന് വെട്ടിയെടുക്കാൻ കത്രിക ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഈ കട്ടറുകൾ ഉപയോഗിക്കുന്നതാണ് കൈക്കും സുഖം. നെറ്റിപ്പട്ടത്തിൻ്റെ മുകൾ ഭാഗത്ത് ഹാങ് ചെയ്യാനുള്ള നൂലിടാൻ വേണ്ടിയിട്ടുള്ള ഹോളുകൾ ഫിനിഷിങ്ങോട് കൂടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണിത്. ഈ ടൂൾ ഉപയോഗിച്ച് ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ റിവിറ്റുകൾ ഇട്ടിട്ടാണ് ഈ ഹോൾ ഇത്രയും ഫിനിഷിങ്ങോട് കൂടി ചെയ്യാൻ പറ്റുന്നത്. നെറ്റിപ്പട്ട ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് പരിചയപ്പെട്ടതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നെറ്റിപ്പട്ടത്തിന് നൂല് കെട്ടിയെടുക്കുന്നത്. നെറ്റിപ്പട്ട ഉണ്ടാക്കുന്നത് ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈസി ആയിട്ട് എങ്ങനെ നെറ്റിപ്പട്ടത്തിന് നൂല് കെട്ടിയെടുക്കാം എന്നുള്ളതിന് ഒരു വീഡിയോ ആണിത്. നെറ്റിപ്പട്ടത്തിന് നൂല് കെട്ടിയെടുക്കുന്നത് വൂളൻ ത്രെഡ് വെച്ചിട്ടാണ്. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ചുകൂടെ കനം കൂടിയ ഒരു ത്രെഡ് വെച്ചിട്ട് നൂല് കെട്ടുന്നതാണ്. ഈ നോട്ടുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കനം കൂടിയ നൂല് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വീഡിയോയിലും നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതിന് തനിയെ നൂല് കെട്ടുന്നതിന് തനിയായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം. വളരെ സ്ലോവിലാണ് ഞാനിത് കെട്ടുന്നത്. ഇത് കാണുമ്പോൾ നോട്ട്സൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതണു. ഈ സെയിം നോട്ട്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് ഫുൾ നൂലും കെട്ടിയെടുക്കുന്നത്. നെക്സ്റ്റ് വീഡിയോ ഒരു 1 ഫീറ്റിൻ്റെ നെറ്റിപ്പട്ടം ഫ്രെയിം ഉണ്ടാക്കി ഫിനിഷ് ചെയ്യണ ഫുൾ ഗൈഡൻസോട് കൂടിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അതിൻ്റെ കൂടെ ഒരു ഗിവ് അവേ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.